ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാം ഇന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രധാന കാരണമാണ്, അല്ല ഒരു പ്രധാന തെറ്റിദ്ധാരണയാണ്, ധനമാണ് അല്ലെങ്കിൽ ധനവാനാണ് അനുഗ്രഹീതനെന്ന്. ധനമുള്ളവൻ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ധനമുള്ളവർക്ക് പരിഹരിക്കാൻ മേലാത്ത അനേക പ്രശ്നങ്ങളുള്ള വ്യക്തികളെ എനിക്കറിയാം. ഭൂമിയിൽ ജീവിക്കാൻ ധനം വേണം എന്നത് സത്യമാണേലും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ധനമൊന്നുമല്ല എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. നമുക്കൊരു വാക്യം വായിച്ചു പോകാം. സങ്കീർത്തനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായും ഭൂമിയുടെ അതിരുകളെ നിനക്ക് അധീനമായും തരും. ഈ ജാതി എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ബൈബിൾ അടിസ്ഥാനപരമായി വിശ്വസിച്ച് അതിൽ ജീവിക്കാത്ത ആളുകളെയാണ് ജാതി എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ യഥാർത്ഥത്തിൽ ബൈബിൾ എന്ത് പറയുന്നോ അതിൽ വിശ്വസിച്ച് ജീവിക്കാത്ത ആളുകളെ ആണ് ദൈവം ജാതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവം ജാതി എന്ന് വിളിക്കുന്ന അപ്പം പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായും ഭൂമിയുടെ അതിരുകളെ നിനക്ക് അധീനമായും തരും. ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് ജാതികൾ എന്നല്ല, അവരിലൂടെ ലഭിക്കാവുന്ന നന്മകൾ എന്നാണ് അതിനർത്ഥം. ഒരു വാക്യം നമുക്ക് വായിച്ചത് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷത്തിലോട്ട് വന്നേ. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ്. യേശു 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത ഒരു പ്രലോഭനമായത്, പിശാച് അദ്ദേഹത്തെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും യേശുക്രിസ്തുവിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞ്, അങ്ങ് എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. അപ്പോൾ പിശാച് ആഗ്രഹിക്കുന്ന ഒരാരാധനയാണ് താണു വീണുള്ള നമസ്കാരം. ഇവൻ ദൈവത്തിൻ്റെ കെരൂബായിരിക്കുന്ന സമയത്ത് ഇവൻ സ്വർഗത്തിൽ ഈ ആരാധന കണ്ടിട്ടുണ്ട്. ഈ പിശാചിൻ്റെ തലവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. ഇവൻ ആദ്യം കെരൂബായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ചില വചനഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിശാചായിരുന്നവൻ യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ള ആരാധന എന്താണെന്ന് കണ്ടിരുന്നു. അപ്പോൾ അവനത് പറയുക, അങ്ങ് യേശുവിനോട് പറയുക, എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇവയെല്ലാം അങ്ങേക്ക് തരാം. ഏതൊക്കെ തരാം? സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും. എന്നിട്ട് യേശു ഉടനെ തന്നെ പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി. വചനം തന്നെ വെച്ചു. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാച് വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഇനി ലൂക്കോസ് 4-ാം അധ്യായത്തിൽ ഇതിൻ്റെ 4-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഒന്നെടുത്താട്ടെ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് മുന്നോട്ട് കയറി. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. അതായത് സകല രാജ്യങ്ങളും അവയുടെ മഹത്വങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവയുടെ എല്ലാം സകല അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം. അത് എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു. ആകയാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ അത് നിനക്കുള്ളതായിത്തീരും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോണം, ഈ ലോകത്തിൻ്റെ ഭൗതിക മഹത്വങ്ങൾ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ ആരോടാണ് പറഞ്ഞത്? ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു. അങ്ങനെ അധികാരം ഏൽപ്പിച്ചു എന്ന് ദൈവപുത്രനോട് കയറി പറഞ്ഞതാണ്. അവൻ അധികാരമുണ്ട് അവൻ്റെ. എന്നിട്ട് അവൻ പറയുക, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്കുള്ളതാക്കി തരാം. ഈ ലോകത്ത് നടക്കുന്ന സകല പൈശാചിക ആരാധനയുടെയും പുറകിലുള്ളത് ഈ കളിയാണ്.
പറഞ്ഞെങ്ങനെയാണെന്നറിയോ? മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ നീ എന്നെ താണു വീണ് നമസ്കരിച്ചാൽ, ചിലയിടത്ത് എഴുതിയേക്കുന്നു ശ്രാഷ്ടാംഗം, 8 അംഗങ്ങൾ, 2 പാദം, 2 മുട്ട്, നെഞ്ച്, 2 കൈയുടെ ഉള്ളം കൈകൾ, നെറ്റി, 8 ഭാഗങ്ങൾ, 8 അംഗങ്ങൾ തറയിൽ മുട്ടത്തക്ക വണ്ണം നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിതെല്ലാം തരാം. എന്നിട്ട് പറയാ, എനിക്കിഷ്ടമുള്ളവന് ഞാനിത് കൊടുക്കും. എന്നിട്ട് പറയാ, എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം, വലിയ ധനങ്ങളുടെയൊക്കെ പുറകിൽ, വചനപ്രകാരമല്ലാത്ത ധനങ്ങളുടെയൊക്കെ പുറകിൽ എന്തുണ്ട് എന്ന് നോക്കിക്കൊള്ളണം. മത്തായി 4:9 പറയുന്ന നീ എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഞാനിതെല്ലാം തരാമെന്നാണ് പറഞ്ഞത്. ഇതിൽ താണു വീണ് നമസ്കരിക്കുന്നത്, തറയിലൊക്കെ വീണ് കിടന്ന് നമസ്കരിക്കുന്ന ആരാന്ന് നോക്കിയേ? വിശ്വാസികളെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയായി. ഒന്നാമത് ഭയങ്കര തൂക്കം, ദൈവം അനുഗ്രഹിച്ചു, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തടിയായി, അന്യായ വയറായി. അപ്പോൾ കുനിയാനും മേല നൂരാനും മേല വലിയ വലിയ കസേര ലോടുംപടി ഇരിക്കുക എന്നുള്ളൊരു കാര്യമല്ലാതെ ഒന്നും നടക്കുകയില്ലാത്ത അവസ്ഥയിലോട്ട് വിശ്വാസി പോയപ്പോൾ അല്ലാത്തവർ താഴെ വീണ് കിടന്ന് നമസ്കരിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്കിയേ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല വ്യക്തികളും വീണ് കിടന്ന് നമസ്കരിക്കുന്നത്. അപ്പോൾ ചോദിക്കട്ടെ, നീ താഴെ വീണ്, വിശ്വാസിയോട് ചോദിക്കുക, നീ താഴെ വീണ് നിൻ്റെ ദൈവമായ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചുവോ? നിൻ്റെ പിതാക്കന്മാർ നമസ്കരിച്ചിട്ടുണ്ട്, നിനക്കിപ്പോൾ അത് പറ്റാത്തൊരവസ്ഥയിലായി, വചനപ്രകാരം നീ അത് ചെയ്തില്ല, ജാതി അവൻ്റെ ദൈവത്തെ താണു വീണ് നമസ്കരിക്കുന്നു. അങ്ങനെ ചെയ്താൽ കൊടുക്കാമെന്ന് പറഞ്ഞവൻ അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് വചനത്തിൻ്റെ വ്യവസ്ഥ. അവനെ അനുഗ്രഹിക്കുന്നു. വിശ്വാസി ദൈവത്തോട് ചോദിച്ചില്ല. ഒരു വാക്യം വായിച്ച സങ്കീർത്തനം 95:6-7. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. വരുവിൻ 95 വായിച്ച വാക്യം 95:6-7. വരുവിൻ, നമുക്ക് വണങ്ങി ആരാധിക്കാം, നമ്മുടെ സൃഷ്ടാവായ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. അവിടുന്ന് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈകളിലെ ആടുകളും തന്നെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളോട് പറയട്ടെ, നമുക്ക് മുട്ടുകുത്തലോ പരിപാടിയോ ഒന്നും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. സാഷ്ടാംഗ പ്രണാമവും ഇല്ല, നമസ്കാരവും ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കും? ഇങ്ങനെ പോലെ വളഞ്ഞ് വണങ്ങണമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ വാക്യമുണ്ട്, പോലെ വളഞ്ഞ്. അപ്പോൾ സദൃശ്യവാക്യം 6:30-31 കൂടി ഒന്ന് വായിക്കാം. സദൃശ്യവാക്യം 6:30-31. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം, തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. അത് സത്യവേദ പുസ്തകം അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ NIV എഴുതിയേക്കുന്നത്, വിശപ്പടക്കുവാൻ മോഷ്ടിക്കുന്നവനെ മനുഷ്യൻ നിന്ദിക്കുന്നില്ല, എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് മടക്കി കൊടുക്കണം. തൻ്റെ ഗൃഹത്തിലെ സമ്പത്തൊക്കെയും അവൻ കൊടുക്കേണ്ടി വരും. 7 മടങ്ങ് മടക്കി കൊടുക്കാൻ ശേഷിയുള്ളവൻ മോഷ്ടിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് മനുഷ്യനെക്കുറിച്ചല്ല പറയുന്നത്, സാത്താനെക്കുറിച്ച് അല്ലെ പൈശാചിക ശക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് 7 മടങ്ങ് തിരികെ കൊടുക്കണമെന്ന്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. അതായത് നമ്മളുടെ സമ്പത്ത്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയട്ടെ, ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെ സമ്പത്ത്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ സമ്പത്തുകൾ മുഴുവൻ പോകുന്നത് പലിശയായിട്ടാണ് പോകുന്നത്. ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ ലോണ്, അല്ലെങ്കിൽ വീടിൻ്റെ ലോണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്, എന്താണെങ്കിലും ഈ പലിശയായിട്ടാണ് പോകുന്നത്. ഇത് മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ്? മറുവാടികളുടെ കയ്യിലേക്കും സേട്ടുമാരുടെ കയ്യിലേക്കും. അവരവരുടെ ദൈവത്തെ താണു വീണ് നമസ്കരിക്കുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു. ഇത് തട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള വിവരം നമുക്ക് പിടികിട്ടിയാൽ കള്ളനെ നമ്മൾ പിടികിട്ടി. കള്ളനെ പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവനോട് കൽപ്പിക്കണം, നീ എൻ്റെ അടിച്ചോണ്ട് പോയത്. പിടികിട്ടുക എന്നുള്ളത് തന്നെ ഒരു മർമ്മമാണ്. അപ്പോൾ അടിച്ചോണ്ട് പോയത് 7 മടങ്ങ് തിരിച്ചു വേണം, 7 മടങ്ങ് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അവൻ 7 മടങ്ങ് തിരിച്ചു കൊടുക്കണം, 7 മടങ്ങ് തിരിച്ചു വേണം എന്ന് കർശനമായി കൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വിശ്വാസിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ജാതികൾ അവരുടെ ദൈവത്തെ നമസ്കരിക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം അവർക്ക് കൊടുക്കുന്നു, വിശ്വാസി അധ്വാനിക്കുന്നതിൻ്റെ നന്മയും കൂടെ പിടിച്ചെടുത്ത് അവിടെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വാസി അത് തിരിച്ചു പിടിക്കാൻ ആരാധനയ്ക്ക് പവറുണ്ട്, കൽപ്പിക്കാൻ പവറുണ്ട്. അങ്ങനെ വിശ്വാസി ചെയ്താൽ, യേശുക്രിസ്തു പറയുന്നു, അവൻ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ വണങ്ങി നമസ്കരിക്കാവൂ എന്ന് എഴുതി വച്ചിരിക്കുന്നു എന്ന് കർശനമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ
പറഞ്ഞു കഴിഞ്ഞപ്പോൾ മത്തായിയിൽ ആ വാക്യം എഴുതിയിരിക്കുന്നു, സാത്താനെ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി, ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അപ്പോൾ പ്രായോഗികമായി അതിൻ്റെ കാര്യം ഇതേ ഉള്ളൂ, ഇവനോട് വിട്ടുപോകാൻ കൽപ്പിച്ചാൽ മാത്രമേ, ഈ വചന വ്യവസ്ഥയിൽ പറഞ്ഞാൽ മാത്രമേ പിശാച് വിട്ടുപോകുകയുള്ളൂ, ദൂതന്മാർ വന്ന് ശുശ്രൂഷിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നന്മകൾ, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പലിശയായും ലോണായും അല്ലെങ്കിൽ ലോണിൻ്റെ പലിശയായും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പലിശയും ഒക്കെ ആയി കർത്താവെ വിവിധ സംവിധാനങ്ങളിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ദരിദ്രരായി മാറിയെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ മർമ്മം പിടികിട്ടിയിരിക്കുന്നു. ഞങ്ങൾ സദൃശ്യവാക്യം 6:30-31 പ്രകാരം ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ നന്മകൾ 7 മടങ്ങ് തിരികെ തരുവാൻ കൽപ്പിക്കുന്നു. സദൃശ്യം 2:8 പറയുന്നത് പോലെ ഞങ്ങളുടെ നന്മകൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ജാതികളെ ചോദിക്കുന്നത് തിരികെ വരട്ടെ, ഞങ്ങൾക്ക് അവകാശമാക്കി തരാമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ആയതിനാൽ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിക്കും നഷ്ടപ്പെട്ടു പോയതെല്ലാം, എല്ലാ നന്മകളും 7 മടങ്ങ് ദൈവം തിരികെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തക്കവണ്ണം അവരത് കൽപ്പിക്കാനും ദൈവം അവർക്ക് ബലവും അധികാരവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.